ഇപ്പം മെജോറിറ്റി ഒരു കോമൺ ട്രെൻഡാണ് ഡ്രോപ്പ് ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ. ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ ഒരിക്കലും ഒരു ഹൈ വോളിയം ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. ഈവൻ നിങ്ങളുടെ കയ്യിൽ ഇപ്പം മില്യൺസ് ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും അത് സജസ്റ്റ് ചെയ്യത്തില്ല. എപ്പോഴും സ്റ്റാർട്ട് ഫ്രം ദി സ്മോൾ. അത് എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, ആൽഫോൺസ് ഇപ്പം എന്താണ് ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, എന്താണ് ഇപ്പം എന്തെടുത്താലാണ് നമുക്ക് കറക്റ്റായിട്ട് എപ്പോഴും ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടപ്പെട്ട ഒരു കാറ്റഗറി ഉണ്ട്, നമുക്ക് ചെയ്യാനും പറ്റുന്ന ഒരു കോൺഫിഡൻസ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും, അപ്പം നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ ബിസിനസ് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിൽക്കണമെങ്കിലും നമുക്ക് വിറ്റ് പോകും, പക്ഷേ അത് വിൽക്കേണ്ട രീതിയിൽ വിൽക്കണമെന്ന് മാത്രം. കാരണം അതിനൊരു മാർക്കറ്റിംഗ് ഒരു മെത്തേഡുണ്ട്. ആ മാർക്കറ്റിംഗ് മെത്തേഡ് ചൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ സെയിൽസ് നടക്കുന്നത്. ആര് വാങ്ങിക്കണം, എങ്ങനെ വാങ്ങിക്കണം, ഏത് തരത്തിലുള്ള ആളുകൾ വാങ്ങിക്കണം എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ബിസിനസ്സുകാരാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊരു ഒരു പ്രയർ അനാലിസിസ് നടത്തിയിട്ടാണ് ശരിക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടത്. അവിടെ വരുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇനി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ ഉള്ള കൺഫ്യൂഷൻസ് അവിടെ വരുമ്പോൾ മാറി. അതായത് എന്ത് തരത്തിലുള്ള, കാരണം ഓരോ പ്രൊഡക്റ്റും ഇന്നോവേറ്റീവ് ആണ്. അപ്പോൾ വരുമ്പോൾ നമ്മളുടെ കയ്യിൽ ചിലപ്പോൾ ഒരു ഫണ്ട് ഉണ്ടാവും, നമുക്ക് തോന്നും ഓക്കെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 1 crore rupees ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു 10 ലക്ഷം രൂപയാണ്. എത്ര എമൗണ്ട് ഉണ്ടെങ്കിലും ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈവൻ യു ഡോണ്ട് ഹാവ് മണി, പൈസ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും. ബട്ട് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ മാറ്റാനായിട്ടാണ്. അപ്പോൾ ക്യാനൻ ഫെയറിന് വരേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ അത് മാറ്റാനുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. പ്രൊഡക്ട്സ് നമുക്ക് ഓൺലൈനിൽ നോക്കിയാൽ കിട്ടും, ഏത് പ്രൊഡക്റ്റ് ഇപ്പോൾ വിരൽത്തുമ്പിലുണ്ട്. പക്ഷെ അതല്ല അതിൻ്റെ ശരി, നിങ്ങൾ തന്നെ വന്ന് കണ്ട് അത് കാണുക എന്നുള്ളതാണ് അതിൻ്റെ ശരി. അപ്പോൾ അതാണ് എനിക്ക് അതിനുള്ള ഉത്തരം തരാം. താങ്ക് യു.